നമസ്കാരം. ഡെപ്യൂട്ടി തഹസിൽദാരുടെ, ഇപ്പോൾ ഡെപ്യൂട്ടി തഹസിൽദാർ അല്ല, സസ്പെൻഷനിൽ ആയ ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രന്റെ ലീലാവിലാസങ്ങൾ, അത് എ എന്ന അക്ഷരം അദ്ദേഹത്തിന്റെ വീട്ടുപേരോ കുടുംബപ്പേരോ വല്ലതുമായിരിക്കും എന്ന് ധരിക്കുന്നു. ലീലാവിലാസങ്ങൾ പലതരത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും, നമ്മുടെ പല സുഹൃത്തുക്കൾക്കുമൊക്കെ ഇതിന്റെ സ്ക്രീൻഷോട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പോസ്റ്റും ശ്രദ്ധയിൽപ്പെട്ടു. തഹസിൽദാരുടെ ലീലാവിലാസങ്ങളുടെ ഏതാണ്ട് മുഴുനീള സ്റ്റോറി നിരവധി ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇൻബോക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള ആളുകൾ സർവീസിൽ തുടരണോ വേണ്ടയോ എന്ന് മുകളിൽ ഇരിക്കുന്നവർ തീരുമാനിക്കട്ടെ. ഇയാളിൽ നിന്ന് അപമാനം നേരിട്ട മുഴുവൻ ആളുകളും മുന്നോട്ട് വരണം. ഇനി ഒരാളും ഇതുപോലെ ഒരാളെ ആക്ഷേപിക്കാൻ ധൈര്യപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു സ്ത്രീയുടെ തന്നെയാണ്. സ്ക്രീൻഷോട്ട് ഇടാത്തത് അവന്റെ ഭാര്യയും മോനും അവനും കൂടി മരിച്ചു കളയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് മിണ്ടാതെ ഇരുന്നത്. ഇവനെ പെണ്ണുങ്ങൾ ഉള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, അമ്മാതിരി ചെറ്റയാണ് എന്നൊരാൾ പ്രതികരിച്ചിരിക്കുന്നു. അയ്യോ, പിന്നീട് അല്പം വായിക്കാൻ ഇത്തിരി പ്രയാസമുള്ള ചില പദപ്രയോഗങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ഇത്തരത്തിൽ ഇത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഇതിനൊക്കെ ഇതേ ഭാഷയിൽ മറുപടി കൊടുക്കാൻ, അത്രയും തരം താഴാൻ നമുക്കൊന്നും പറ്റില്ല എന്ന് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നു. നമുക്ക് സംസ്കാരമുണ്ട്. അവരെ, നമ്മുടെ മാതാപിതാക്കളെ പറയിപ്പിക്കുന്ന യാതൊന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് കമന്റ് ഇട്ടിരിക്കുന്നു. ജാതി പറഞ്ഞാൽ നാണക്കേട് ഉണ്ടാകുന്നവർ അവരുടെ ജാതിയും സംവരണവും ഉപേക്ഷിക്കട്ടെ, എന്നിട്ടാവാം ബാക്കി. എല്ലാം കിട്ടുകയും വേണം, എന്നിട്ട് മറ്റുള്ളവരുടെ തലയിൽ കയറുകയും വേണം എന്ന് ഒരാൾ പറയുന്നു. നായരും നമ്പൂതിരിയുമല്ല ഇവിടെ പ്രശ്നക്കാർ. നായരായതുകൊണ്ട് വേർതിരിച്ച് കാണുന്ന വേറെ ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചിലർ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഓട്ടോ ഡ്രൈവറെ പോലെയാണ് പൈലറ്റ് പെരുമാറിയത്. ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്ത് ഇടിച്ച് ഇറക്കി. ഇത് ആ വിമാനാപകടവുമായി ബന്ധപ്പെട്ട ഇയാളുടെ മറ്റൊരു പോസ്റ്റാണ്. കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു. കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞു, UK പോയതാണ്, ഒന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളുടെ പോസ്റ്റ്. വളരെ മോശമായ, ഏറ്റവും ഖേദകരമായ, സങ്കടകരമായ രീതിയിൽ ഒരാളെ പരിഹസിക്കുന്ന പോസ്റ്റ്. മാത്രമല്ല, ഇയാൾ ഇതിനു മുൻപ് പലതരത്തിലുള്ള താക്കീതുകൾക്കും നടപടിയുടെ ആദ്യ ഭാഗത്തിനുമൊക്കെ ഇയാൾ വിധേയനായിട്ടുണ്ട്. ഇയാൾ ഒരു CPM അനുഭാവിയാണ് എന്ന് പറയുന്നു. നമുക്കറിയില്ല, CPM സംഘടനയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് CPM ഇടപെട്ട ഇയാളെ, ഈ പവിത്രനെ രക്ഷിക്കും എന്നുള്ള ചില വാദങ്ങളും ചില വാക്കുകളും ഒക്കെ കേൾക്കുന്നു, ചില അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കുന്നു. എന്തായാലും ഒരു ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന, സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ഒരു വ്യക്തി സമൂഹ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും എങ്ങനെയായാലും ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അപലപനീയമാണ്. അത് കൃത്യമായ നടപടി, വകുപ്പ് തല നടപടി, അല്ലെങ്കിൽ സർവീസിൽ നിന്ന്, ഇപ്പൊ കളക്ടർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് സർവീസിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനൊക്കെ നിയമപരമായ മറ്റു കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നത്, ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും ലോകപരിചയവും ഒക്കെയുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ പെരുമാറുന്നു എന്നത് തീർച്ചയായിട്ടും ഖേദകരം തന്നെയാണ്, ദുഃഖകരം തന്നെയാണ്. ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു മരിക്കുന്നു, 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. ഒരു സ്ത്രീ മരിക്കുന്നു, അവർ നായരായിപ്പോയി, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു നായർ എന്നുള്ള വാലുണ്ട് എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ മരിച്ചുപോയ സ്ത്രീയെയും ആ കുടുംബത്തെയും ആ കുഞ്ഞുങ്ങളെ അടക്കം അവഹേളിക്കുന്ന തരത്തിലേക്ക് ഈ പവിത്രനെ പോലുള്ള ഡെപ്യൂട്ടി തഹസിൽദാർ, വെള്ളരിക്കുണ്ട് മലയോര മേഖലയാണ് കാസർഗോഡ് ജില്ലയുടെ വെള്ളരിക്കുണ്ട്, അവിടുത്തെ ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്നു ഇദ്ദേഹം. ഏതായാലും ഇതൊക്കെ അത്യന്തം ദുഃഖകരമാണ്. നമുക്ക് ഇതിനൊന്നും മറ്റ് മറുപടികൾ പറയാനില്ല. ശക്തമായ നടപടി ഉണ്ടാകണം. ഇയാളെ പാർട്ടി ഇടപെട്ടോ സംഘടന ഇടപെട്ടോ രക്ഷിക്കുമോ എന്ന് നമുക്കും അറിയില്ല. ഇതൊക്കെ അത്തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാതൃകാപരമായിരിക്കില്ല, ഖേദകരമായിരിക്കും, ദുഃഖകരമായിരിക്കും. കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം മുമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മുമ്പ് പലർക്കും അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ടുകളും അതിന്റെ ഭാഗമായുള്ള കാര്യങ്ങളും മോശമായുള്ള പെരുമാറ്റവും സംസാരവും ഒക്കെ തന്നെ ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട്. ശക്തമായ ഒരു നടപടി ഈ ഒരു വിഷയത്തിൽ, തുടർ നടപടികൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ആ ഒരു ദുഃഖകരമായ അവസ്ഥയെ പോലും ഇത്തരത്തിൽ ഹീനമായ രീതിയിൽ അവഹേളിക്കുന്ന, ആക്ഷേപിക്കുന്ന തരത്തിൽ ഒക്കെ ഒരു വ്യക്തി പെരുമാറുക, അതും ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സംവിധാനത്തിൽ ഇരിക്കുന്ന വ്യക്തി പെരുമാറുക എന്നത്, അത് അംഗീകരിക്കാനാവില്ല. ഒരു സമൂഹത്തിന്, പൊതുസമൂഹത്തിന് അംഗീകരിക്കാനാവില്ല. ഇനിയിപ്പോൾ എത്ര ജാതി പറഞ്ഞാലും, അല്ലെങ്കിൽ ജാതി ചിന്തകൾ ഉള്ളവരാണെങ്കിൽ പോലും ഇതൊന്നും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്.